ഇന്ത്യയടക്കം 60ഓളം രാജ്യങ്ങൾക്കുമേൽ പുതിയ നികുതി ചുമത്താൻ ട്രംപ് ഭരണകൂടം. നിർദ്ദേശം നിർബന്ധിത തൊഴിലെടുപ്പിക്കലിനെതിരെ നടപടി എടുക്കുന്നില്ലെന്ന് ആരോപിച്ച്. നടപ്പാക്കുന്നത് 10 മുതൽ 12% വരെ നികുതി. മറികടക്കുന്നത് US സുപ്രീം കോടതി തീരുവ ചുമത്തലിൽ ഏർപ്പെടുത്തിയ പരിധിയെ. നിർബന്ധിത തൊഴിലെടുപ്പിക്കലിനെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെ 50ലേറെ രാജ്യങ്ങൾക്കുമേൽ പുതിയ നികുതി ചുമത്താൻ അമേരിക്ക. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. 10 മുതൽ 12.5% വരെ നികുതിയാണ് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്ത്യ, ചൈന, ഓസ്ട്രേലിയ, ബ്രസീൽ, ജപ്പാൻ, UK, റഷ്യ, സൗദി അറേബ്യ, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ തുടങ്ങി 54 രാജ്യങ്ങളാണ് നിർബന്ധിത തൊഴിൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ടതെന്ന് US വ്യക്തമാക്കി. കൂടാതെ കാനഡ, യൂറോപ്യൻ യൂണിയൻ, പാകിസ്ഥാൻ, ഇക്വഡോർ, ഇന്തോനേഷ്യ, മെക്സിക്കോ ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങൾ ഈ നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതായും USTR അറിയിച്ചു. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് നിർമ്മിച്ച സാധനങ്ങളുടെ ഇറക്കുമതി തടയുന്നതിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളികൾ പരാജയപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല. ഇത് അമേരിക്കൻ തൊഴിലാളികൾക്ക് ആഗോളതലത്തിൽ തുല്യതയില്ലാത്ത വിപണിയിൽ മത്സരിക്കേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്നും US അംബാസിഡർ ജാമിസൺ ഗ്രീൻ പറഞ്ഞു. ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾക്കുമേൽ 12.5%, കാനഡ, മെക്സിക്കോ, തായ്വാൻ, UK തുടങ്ങിയ രാജ്യങ്ങൾക്കുമേൽ 10%മാണ് തീരുവ ചുമത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം പുതിയ തീരുവ ഉടൻ പ്രാബല്യത്തിൽ വരില്ല. ഇവ പൊതുജനാഭിപ്രായത്തിനും അവലോകനത്തിനും വിധേയമായ ശേഷമാകും നിലവിൽ വരിക. ജൂലൈ 6 വരെ പൊതുജനങ്ങൾക്ക് ഇതേക്കുറിച്ച് അഭിപ്രായം അറിയിക്കാം. പിന്നാലെ USTR ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളും കേൾക്കും. നിലവിൽ വരുന്ന പക്ഷം നേരത്തെ US സുപ്രീം കോടതി തീരുവ ചുമത്തലിൽ ഏർപ്പെടുത്തിയ പരിധിയെ മറികടക്കാൻ ട്രംപിന് സാധിക്കുമെന്നതാണ് ഈ പുതിയ നീക്കത്തിന്റെ സവിശേഷത. 1974 US വ്യാപാര നിയമത്തിലെ 301(b)(1) വകുപ്പ് അനുസരിച്ച് വ്യാപാര പങ്കാളികളെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് പുതിയ തീരുവ ചുമത്താൻ ട്രംപ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നിർബന്ധിത തൊഴിൽ വഴി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തതിനെതിരെ നടപടി കൈക്കൊണ്ടിട്ടുണ്ടോ, അത് US വാണിജ്യത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നാണ് US അന്വേഷിച്ചത്. ഇന്ത്യ ഉൾപ്പെടെ 54 രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടുവെന്നാണ് ചൊവ്വാഴ്ച USTR അറിയിച്ചത്. ഇത് അംഗീകരിക്കാനാകില്ലെന്നും USTR വ്യക്തമാക്കുന്നു.